റവയും പഴവും തേങ്ങയും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പ്ലാവിലയിലാണ്. ഇതിനു വേണ്ടി 5 മീഡിയം സൈസ് പഴം വേണം. ചെറിയ പഴമാണെങ്കിൽ 10 വരെയും എടുക്കാം. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയതും വേണം. 6 ഏലക്ക കൂടി ചേർക്കാം. ആദ്യം പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതും ഏലക്കയും ചേർക്കാം. ഒരു നുള്ളു ഉപ്പും ചേർക്കാം. മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര, ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് റവ ചേർത്ത് കൊടുക്കാം. ആ പഴത്തിൻ്റെയൊക്കെ നനവിൽ തന്നെ റവ നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി പ്ലാവില കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. റവ ആയതുകൊണ്ട് വെള്ളം പിടിച്ച് കട്ടിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചപ്പാത്തി മാവിനേക്കാളിലും അയവിലായിരിക്കണം. ഇനി നമുക്ക് പ്ലാവിലയിലേക്ക് ഇങ്ങനെ ഈ കൂട്ട് വെച്ചിട്ട് ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ആവിയിൽ വേവിച്ചെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറായി.